സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ് ബൈ ലോ സെല്ല് ഹൈ എന്ന്. അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ. എന്നാൽ ഈ കുറഞ്ഞ വിലയ്ക്കാണെന്ന് കരുതിയിട്ട് പലരും ഇത്തരത്തിൽ പല താഴ്ന്ന ലെവൽസിലും പോയി വാങ്ങാറുണ്ട്. എന്നാൽ പിന്നീട് സംഭവിക്കാറുള്ളത് അവർ അതിലും താഴ്ന്ന വിലയ്ക്ക് അത് വിറ്റ് നഷ്ടത്തിൽ പോകുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാനായിട്ട് ബൈ ലോ സെൽ ഹൈ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് ബൈ ഹൈ സെൽ ഈവൻ ഹയർ എന്ന കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രോത്ത് സ്റ്റോക്കിലാണെങ്കിൽ അത് എപ്പോഴും അപ് ട്രെൻഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹയർ പ്രൈസിൽ വാങ്ങേണ്ടി വരും. എന്നിരുന്നാൽ പോലും അത് ഗ്രോത്ത് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ വീണ്ടും മുകളിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഹയർ പ്രൈസിൽ വിറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരം സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് ആ ഒരു മൊമെന്റിനൊപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മൊമെന്റം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നതിന് നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് മൊമെന്റം ഇൻവെസ്റ്റ്മെന്റ് എന്നും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് മൊമെന്റം ഇൻവെസ്റ്റിംഗ് എന്താണെന്നുള്ളത്. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 52 വീക്ക് ഹൈയിലാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക. അതായത് പറയുകയാണെങ്കിൽ ആ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അപ്പം നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഇൻവെസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു ട്രേഡറിനോ ഇതിനെ രണ്ട് രീതിയിൽ കാണാവുന്നതാണ്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇനിയും ആ ഒരു കമ്പനി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 52 ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇനിയും കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ കമ്പനി ഒരു വർഷം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എന്നിരുന്നാൽ പോലും ഇപ്പൊ അതിന്റെ വില ഒരുപാട് ടോപ്പിലായതുകൊണ്ട് ഇനി അത് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യത്തെ കേസ് എടുക്കുകയാണ്. അതായത് ഓൾറെഡി ആ ഒരു 52 വീക്കിൽ നിൽക്കുന്ന ആ ഒരു എക്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ആ ഒരു 52 വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു റാലി നടത്തുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ഇൻവെസ്റ്റർ ആ ഒരു 52 ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഹയർ പ്രൈസിലാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു സ്റ്റോക്ക് റാലി ചെയ്യുന്ന സമയത്ത് ആ ഒരു റാലി കഴിഞ്ഞിട്ട് ഹയർ പ്രൈസിൽ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ മൊമെന്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് 52 വീക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ റാലി നടത്തുന്നതെന്ന്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായും രണ്ട് റീസൺ ആണ് ഉള്ളത്. ഒന്നാമത്തെ റീസൺ ആണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന നമ്മൾ എക്സാമ്പിൾ എടുത്ത സ്റ്റോക്ക് ഇത്തരത്തിൽ ആ ഒരു വർഷം മുഴുവൻ നല്ല പെർഫോമൻസ് കാണിച്ചു. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ നല്ല പെർഫോമൻസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കരുതിയിട്ട് ഈ ഒരു പ്രതീക്ഷയുടെ പുറത്ത് ആ ഒരു ഇൻവെസ്റ്റേഴ്സ് ആ ഒരു 52 വീക്കിന് മുകളിലായിട്ട് ഇത്തരത്തിൽ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ വന്നിട്ട് അത് വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെയാണ് ആ ഒരു ലെവലിൽ നിന്ന് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഉയരുന്നത്. അപ്പൊ ഈ ഒരു ഫോമോ എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ വരുന്ന ഒരു ട്രെൻഡാണ്. അതായത് എവിടെയാണോ ഒരു ട്രെൻഡ് ഉള്ളത് ആളുകളെല്ലാം തന്നെ ആ ഒരു ട്രെൻഡിന് പുറകെ ഓടുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ തയ്യാറാവുകയും ആ ഒരു സ്റ്റോക്കിന്റെ വില വീണ്ടും വീണ്ടും മുകളിലേക്ക് പോവുകയും ചെയ്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ റീസണിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കുറെ ആളുകൾ ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു 52 വീക്കിൽ വന്നിട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വീഴുമെന്ന്. അങ്ങനെ താഴേക്ക് വീഴുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇത്തരത്തിൽ ആ ഒരു 52 വീക്കിന്റെ ഹൈയിൽ വെച്ചിട്ട് സെല്ല് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു 52 വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ സെല്ല് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും തന്നെ നഷ്ടം വരുന്നതാണ്. അപ്പൊ സ്റ്റോക്കിന്റെ വില എത്ര മുകളിലേക്ക് പോകുന്നു അപ്പൊ ഈ സെല്ലേഴ്സിന് അത്രയും നഷ്ടം വരുന്നതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് നഷ്ടം കട്ട് ചെയ്യാനായിട്ട് ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യാന്നല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ ഒരു സെല്ലിംഗ് പൊസിഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എത്ര ക്വാണ്ടിറ്റി ആണോ ഇവർ സെല്ല് ചെയ്തിട്ടുള്ളത് അത്രയും ക്വാണ്ടിറ്റി തന്നെ അവർ തിരിച്ച് ബൈ ചെയ്യണം അല്ലേ. അങ്ങനെ ഇവർ ബൈ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് വീണ്ടും അതിന്റെ വില കൂടുകയും ആ ഒരു ഡിമാൻഡ് അവിടെ കൂടുകയും ചെയ്യും. അപ്പൊ ഇത്തരം സെല്ലേഴ്സ് അവരുടെ ലോസ് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പണം നൽകിയിട്ട് ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് തിരിച്ച് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു സമയത്ത് വീണ്ടും ആ ഒരു സ്റ്റോക്കിന്റെ ഡിമാൻഡ് കൂടും. ഇത്തരത്തിൽ ആ ഒരു 52 വീക്ക് ബ്രേക്ക് ചെയ്ത് ആ ഒരു സ്റ്റോക്ക് ശക്തമായ റാലി നടത്തും. അപ്പൊ നമ്മൾ പണ്ട് കണ്ടതാണ് US ഗെയിം സ്റ്റോപ്പിന്റെ സ്റ്റോക്കിന്റെ പുറത്തൊക്കെ ഇത്തരത്തിൽ ആയിരുന്നു കാര്യങ്ങൾ സംഭവിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൊമെന്റം ഇൻവെസ്റ്റിംഗ് എന്താണെന്നും അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ബൈ ലോ സെല്ല് ഹൈ അങ്ങനെ ചെയ്യുന്നതാണോ അതോ അതിനേക്കാളും ബെറ്റർ ഇത്തരത്തിൽ
ബൈ ഹയർ സെൽ ഈവൻ ഹയർ അങ്ങനെ ചെയ്തതാണോ ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാനിവിടെ എ എന്നും ബി എന്നും പറഞ്ഞ് രണ്ട് വ്യക്തികളെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ബൈ ലോ സെൽ ഹൈ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് 52 വീക്ക് ലോയിൽ നിൽക്കുന്ന കുറേ സ്റ്റോക്കുകളെ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നല്ല വോളിയം ഒക്കെ ഉള്ള ഒരു സ്റ്റോക്ക് നോക്കിയിട്ട് ഇത്തരത്തിൽ എ എന്ന് പറയുന്ന കഥാപാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു 52 വീക്കിന്റെ ലോയിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ ഒരു സ്റ്റോക്കിന് ഫ്യൂച്ചറിലേക്ക് തിരികെ കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത്. ഇനി നമ്മൾ ബിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ വിശ്വസിക്കുന്നത് ബൈ ഹൈ സെൽ ഈവൻ ഹയർ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പുള്ളി ഇത്തരത്തിൽ പോയിട്ട് 52 വീക്ക് ഹൈയിൽ നിൽക്കുന്ന കുറേ സ്റ്റോക്കുകൾ ഇത്തരത്തിൽ സ്ക്രീൻ ചെയ്തെടുത്തു. അതിൽ നിന്ന് പുള്ളിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയ ഒരു സ്റ്റോക്കിൽ പുള്ളി ഇത്തരത്തിൽ ആ ഒരു 52 വീക്ക് ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരിൽ ആർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ളത്? അപ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ എ എന്ന് പറയുന്ന വ്യക്തിക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത. കാരണം അദ്ദേഹം ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്കാണല്ലോ ബൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കിൽ റിക്കവറി വരുന്ന സമയത്ത് അദ്ദേഹം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കും. എന്നാൽ ഈ ബി എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ ഓൾറെഡി കൊപ്പത്തിരിക്കുന്ന ഒരു സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് താഴേക്ക് വീഴാനും പുള്ളി ഷോർട്ട് ടൈമിലേക്ക് നഷ്ടത്തിൽ നിൽക്കാനും സാധ്യതയുണ്ട് ഇല്ലേ? ഇങ്ങനെയായിരിക്കും നിങ്ങളിൽ പല ആൾക്കാരും വിചാരിക്കുക. എന്നാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററിയിലേക്കും കണക്കുകളിലേക്കും നോക്കുകയാണെങ്കിൽ 52 വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ ആ ഒരു റാലി അപ് ട്രെൻഡ് തുടർന്നിട്ടുള്ളതായിട്ട് കാണാം. എന്നാൽ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 52 വീക്ക് ലോയിൽ എത്തിയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോവുകയും ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ നഷ്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതായത് 52 വീക്ക് ഹൈയിൽ എത്തുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു വർഷം നല്ല രീതിയിൽ പെർഫോം ചെയ്തതുകൊണ്ട് തന്നെ മുന്നിലേക്ക് അതിന്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളും ഒക്കെ തന്നെ അടിപൊളിയായതുകൊണ്ട് ചെറിയൊരു കറക്ഷൻ ഉണ്ടായാൽ പോലും ആ ഒരു 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് ശക്തമായിട്ട് കയറി പോകുന്നതായിരിക്കും. എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 52 വീക്കിന്റെ ലോവിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി മനസ്സിലാക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോക്ക് എന്തുകൊണ്ട് 52 വീക്ക് ലോയിലെത്തി, അതായത് ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നില, അതായത് ആ ഒരു വർഷം ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനി വളരെ മോശമായിട്ട് പെർഫോം ചെയ്തു. ആ ഒരു വർഷം മുഴുവൻ ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് എല്ലാം ആ ഒരു കമ്പനിയിൽ പോയിട്ട് എല്ലാവരും ആ ഒരു സ്റ്റോക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സ്റ്റോക്കിന്റെ വില വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും. അതായത് മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി വീണ്ടും വീണ്ടും മോശമാകാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെയാണ് നല്ലതായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി വീണ്ടും വീണ്ടും നല്ലതാകാനേ സാധ്യതയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബൈ ലോ സെൽ ഹൈയേക്കാളും എത്രയോ ബെറ്റർ ഇത്തരത്തിൽ ബൈ ഹൈ സെൽ ഈവൻ ഹയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ മൊമെന്റം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റോക്കുകളെ എങ്ങനെ കണ്ടെത്താം? അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 ക്രൈറ്റീരിയകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ്, ആ ഒരു പ്രൈസ് ഹൈക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിരിക്കണം. അതെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു 3 തൊട്ട് 5-6% വരെ ആ ഒരു റേഞ്ചിലുള്ള ഡിഫറൻസ് ആയിരിക്കണം, ആ ഒരു ചേഞ്ച് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നേരം ഇത്തരത്തിൽ ലാർജ് ക്യാപ്പ് മാത്രമല്ല, നിങ്ങൾക്ക് മിഡ് ക്യാപ്പോ സ്മാൾ ക്യാപ്പോ എല്ലാം തന്നെ നോക്കാവുന്നതാണ്. അതായത് നിഫ്റ്റി 500-നകത്ത് വരുന്ന സ്റ്റോക്കുകളെ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നോക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു അൺയൂഷ്വൽ പ്രൈസ് മൂവ്മെന്റ് കണ്ട ആ ഒരു ദിവസമില്ലേ, ആ ഒരു സ്റ്റോക്കിൽ ആ ഒരു ദിവസം ഉണ്ടായിരുന്ന ട്രേഡിംഗ് വോളിയം എന്താണോ, ആ ഒരു ട്രേഡിംഗ് വോളിയം എന്ന് പറഞ്ഞത് കഴിഞ്ഞ 7 ദിവസത്തെ ആ ഒരു സ്റ്റോക്കിലെ ആവറേജ് ട്രേഡിംഗ് വോളിയത്തെക്കാൾ കൂടുതലായിരിക്കണം. അപ്പം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പ്രൈസ് കൂടുകയാണെങ്കിൽ അതിനൊപ്പം വോളിയം കൂടുകയാണെങ്കിൽ അത് ബുള്ളിഷ് ആണെന്ന കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ആ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ആ ഒരു അപ് ട്രെൻഡ് ഉണ്ടായ സമയത്ത് ആ ഒരു സമയത്ത് ഇത്തരത്തിൽ അവിടെ പ്രോപ്പറായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒരു സ്റ്റോക്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു മൊമെന്റം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾ ഇത്തരത്തിൽ ഓരോ സ്റ്റോക്കിൻ്റെയും ചാർട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പോകുന്നത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ പിന്നെ എന്താണ് വഴി? അത് ഓർത്തുകൊണ്ട് നിങ്ങൾ താടിക്ക് കൈയെടുത്തിരിക്കേണ്ട ആവശ്യമില്ല. പകരം ഇത്തരത്തിൽ നമ്മൾ സ്ക്രീനറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം തന്നെ സ്ക്രീനറിൽ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഒരു കുറി റൺ ചെയ്യുകയാണെങ്കിൽ ഇത്തരം സ്റ്റോക്കുകളെ സ്ക്രീനർ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതായത് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റോക്കിൻ്റെയും ചാർട്ടിൽ നിങ്ങൾ കയറി ഇതിനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പകരം ഒറ്റ ക്ലിക്കിൽ ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ ആ ഒരു കൊറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു കൊറി ഇത്തരത്തിൽ ചാർട്ടിങ്ങിൽ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് പെട്ടെന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കൊറി റൺ ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം സ്റ്റോക്കുകളുടെ പേര് താഴേക്ക് വന്നിട്ടുള്ളതായിട്ട്. അതായത് സുപ്രീം ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ JBM ഓട്ടോ ലിമിറ്റഡ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇങ്ങനെ കുറേ സ്റ്റോക്കുകളില്ലേ. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റോക്കുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രൈസ് എത്രയാണ്, വോളിയം എത്രയാണ്, എത്ര പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ആണ് ഉണ്ടായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടിലേക്ക് പോയിക്കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സുപ്രീം ഇൻഡസ്ട്രീസിന്റെ ചാർട്ട് എടുത്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്ക് ഇത്തരത്തിൽ മുകളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ഒരു കഴിഞ്ഞ വർഷം മൊത്തം ഇത്തരത്തിൽ ആ ഒരു കമ്പനി നല്ലതുപോലെ പെർഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾക്ക് മുമ്പത്തെ ഈ ഒരു ഹൈയിൽ ഇത്തരത്തിലൊരു ലൈൻ വരച്ചുകൊണ്ട് അതിന് മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ലൈനെ ഇത്തരത്തിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇത്തരത്തിൽ ആ ഒരു ശക്തമായ മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ റീസൺ എല്ലാം കാരണം തന്നെ ഇത്തരത്തിൽ ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല ആ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നതുമായിരിക്കും. അപ്പോൾ ഇവിടെ സുപ്രീം ഇൻഡസ്ട്രീസ് മാത്രമല്ല കുറേ അധികം സ്റ്റോക്കുകളുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റോക്കിന്റെയും ചാർട്ടിലേക്ക് പോയിട്ട് നമ്മൾ ഇത്തരത്തിൽ നോക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയ റൺ ആയിരിക്കുന്നത് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത സ്റ്റോക്കുകൾ ഏതാണോ അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്നാൽ നിങ്ങൾ നാളെയോ മറ്റന്നാളോ ഒക്കെ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാകണമെന്നില്ല. കാരണം ആ ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കിൽ ഒന്നുകിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഉള്ള മൂവ്മെന്റ് മാറിയിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളിൽ പല ആൾക്കാരും ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ കുറികളെല്ലാം തന്നെ ഒരു പാക്കേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് അന്നത്തെ ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഏതെല്ലാം സ്റ്റോക്കുകളാണോ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളെല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് ആ സ്റ്റോക്കുകളായിരിക്കും നിങ്ങൾക്ക് അന്ന് കാണാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഈ ഒരു ലിങ്ക് സന്ദർശിച്ചുകൊണ്ട് അതിൽ വരുന്ന സ്റ്റോക്കുകൾ എടുത്തുകൊണ്ട് അതിൽ ട്രേഡോ ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് കടക്കാം. അതായത് മാർക്കറ്റ് എപ്പോഴും ഒരു ട്രെൻഡിൽ നിന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുകയുള്ളൂ. അതായത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്കിന്റെ ആ ഒരു മൊമെന്റം ഇൻവെസ്റ്റ്മെന്റ് നടത്താനും അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റുകയുള്ളൂ. ഇൻ കേസ് മാർക്കറ്റ് ഇത്തരത്തിൽ ഒരു ലോങ് കൺസോൾട്ടേഷനിലൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ ആ ഒരു സമയത്ത് ഇത്തരത്തിൽ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ ആ ഒരു സ്റ്റോക്ക് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിന്റെ ജനറൽ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി അത് അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ എന്താണ് മൊമെന്റം ഇൻവെസ്റ്റിംഗ് എന്നും അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റോക്കുകളെ എങ്ങനെ കണ്ടെത്തണമെന്നും എങ്ങനെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഒരു സ്ക്രീനറിൽ നിങ്ങൾ കണ്ട സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരും ബ്ലൈൻഡ്ലി ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റോ ട്രേഡോ ഒന്നും തന്നെ നടത്തരുത്. നിങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങളുടെ റിസ്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഇത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും